സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൺ. ഇതിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. റിബൺസ് ഓഫ് വണ്ടർ, അത്ഭുതത്തിൻ്റെ റിബൺസ്. ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രേബ്ഡ് ദ റിബൺ. ഗ്രാമവാസികൾ ഓടിച്ചെന്ന് ആവേശത്തോടെ റിബണുകൾ പിടിച്ചു. ദേ ടൈഡ് ദം എറൗണ്ട് ദംസെൽവ്സ്. അവർ അവയെ തങ്ങൾക്കു ചുറ്റും കെട്ടി. ദ കളേഴ്സ് ഓഫ് ദ റിബൺസ് സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. റിബണുകളുടെ നിറം അവരുടെ ചർമ്മത്തിൽ പടർന്നിരിക്കുന്നതായി തോന്നി. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ. ലില്ലിയുടെ നീല റിബൺ അവളെ ആകാശത്തെ പോലെയാക്കി. മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മാക്സിൻ്റെ ചുവന്ന റിബൺ അവനെ അസ്തമയ സൂര്യനെ പോലെ പ്രകാശിപ്പിച്ചു. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയയുടെ പച്ച റിബൺ അവൾക്കൊരു പച്ച വനത്തിൻ്റെ പ്രതീതി നൽകി. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. ലിയോയുടെ മഞ്ഞ റിബൺ അവനെ സൂര്യനെ പോലെ പ്രകാശിപ്പിച്ചു. ദേ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്. അവർ കളിക്കുകയും ഡാൻസ് ചെയ്യുകയും ചെയ്തു. ഇറ്റ് ലുക്ക് ലൈക്ക് വൈബ്രന്റ് പ്ലൂംസ് ഓഫ് എ പീകോക്ക്. അത് ഒരു മയിലിൻ്റെ ചടുലമായ തൂവലുകൾ പോലെ കാണപ്പെട്ടു. ഇനി നമുക്ക് അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഹാപ്പൻ വെൻ ദേ ടയേർഡ് ദ റിബൺസ് അറൗണ്ട് ദെയർ ബോഡി. അവർ ശരീരത്തിൽ റിബൺ കെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? റിബണുകളുടെ നിറം അവരുടെ ശരീരത്തിൽ പടർന്നിരിക്കുന്നതായി അവർക്ക് തോന്നി. അതാണല്ലേ സംഭവിച്ചത്. ദ കളർ ഓഫ് ദ റിബൺസ് സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺസ് ബ്രിങ് ഇൻ ദ പീപ്പിൾ. റിബണുകൾ ആളുകളിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? എന്തൊക്കെയാണ് ഉണ്ടായത്? ലില്ലിയുടെ നീല റിബൺ അവളെ ആകാശത്തെ പോലെയാക്കി. മാക്സിൻ്റെ ചുവന്ന റിബൺ അവനെ അസ്തമയ സൂര്യനെ പോലെ പ്രകാശിപ്പിച്ചു. മിയയുടെ പച്ച റിബൺ അവൾക്കൊരു പച്ച വനത്തിൻ്റെ പ്രതീതി നൽകി. ലിയോയുടെ മഞ്ഞ റിബൺ അവനെ സൂര്യനെ പോലെ പ്രകാശിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ്. വാൾസ് ഓഫ് കളേഴ്സ്, നിറങ്ങളുടെ ചുവരുകൾ. ബട്ട് സൂൺ, പക്ഷെ താമസിയാതെ, എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്. ഗ്രാമത്തിലൂടെ ഒരു തണുത്ത കാറ്റ് വീശി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസ്. അത് അവരുടെ ഭാവങ്ങൾ മാറ്റാൻ തുടങ്ങി. ഐ ആം ബ്ലൂ, ഞാൻ നീലയാണ്. ലില്ലി ക്രൈഡ്, ലില്ലി കരഞ്ഞു. ഐ ആം റെഡ്, ഞാൻ ചുവപ്പാണ്. മാക്സ് ഷൗട്ടഡ്, മാക്സ് അലറി. വി ലുക്ക് സോ ഡിഫറൻറ്റ്, ഞങ്ങൾ വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു. ലിയോ സെഡ് ഫ്രൈറ്റൺഡ്, ലിയോ ഭയത്തോടെ പറഞ്ഞു. ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ് ടു ഡിഫറൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. നിറങ്ങളാൽ വേർപിരിഞ്ഞ ആളുകൾ ഗ്രാമത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് മാറി. മാക്സ് വിത്ത് ഹിസ് റെഡ് റിബൺ ടോൾഡ് ദം വൺസ് ഹു ഹാഡ് റെഡ് റിബൺസ്. ചുവന്ന റിബണുമായി മാക്സ് ചുവന്ന റിബണുമായി നിന്നവരോട് പറഞ്ഞു. അതായത് ചുവന്ന നിറമായി മാറിയവരോട് മാക്സ് പറഞ്ഞു. വി നീഡ് ടു സ്റ്റിക്ക് ടുഗദർ, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെഡ്. ലില്ലി അവളുടെ നീല റിബണുമായി നിൽക്കുന്നവരോട് പറഞ്ഞു. വി നീഡ് ടു സ്റ്റേ സേഫ്, നമ്മൾ സുരക്ഷിതരായിരിക്കണം. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം. പച്ചയും മഞ്ഞയും നിറത്തിലുള്ള ഗ്രൂപ്പുകൾ അതുതന്നെ ചെയ്തു. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദെയർ കോർണേഴ്സ്. ഓരോരുത്തരും അവരവരുടെ കോണുകളിൽ വലിയ മതിലുകൾ പണിതു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ആ റിബൺ ഒരു മേത്ത് കെട്ടിയപ്പോൾ ഓരോരുത്തരും ഓരോ നിറങ്ങളായി മാറാൻ തുടങ്ങി. അങ്ങനെ മാറിയ പല നിറങ്ങൾ ഓരോ ഗ്രൂപ്പായിട്ട് ഗ്രാമത്തിൻ്റെ ഓരോ കോണിൽ വിട്ട് നിന്ന് ഒരു വലിയ മതിലുകൾ പണിതു. ഇനി എൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട്. ആളുകൾ ചുറ്റും വലിയ മതിലുകൾ പണിതത് എന്തിനാണ് ഓരോ നിറവും സെപ്പറേറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കോണുകളിലേക്ക് മാറി അവിടെ വലിയ മതിലുകൾ പണിതു. നെക്സ്റ്റ്. ഡു യു എഗ്രി വിത്ത് ദെയർ ഡെസിഷൻ. വൈ. അവരുടെ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. നെക്സ്റ്റ് ഭാഗത്ത് അത് പറയുന്നുണ്ടാവും. എ ട്രബിൾ അൺഫോൾഡ്, ഒരു കുഴപ്പം തുറക്കുന്നു. ഡേയ്സ് പാസ്ഡ്, ദിവസങ്ങൾ കടന്നുപോയി. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ. ചുവന്ന ഗ്രൂപ്പിന് വെള്ളമുണ്ടായിരുന്നു. ബട്ട് ഫുഡില്ല, ഭക്ഷണമില്ല. ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. മാക്സ് കംപ്ലൈൻഡ്, മാക്സ് പരാതിപ്പെട്ടു. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ്. നീല ഗ്രൂപ്പിന് ഭക്ഷണമുണ്ടായിരുന്നു. ബട്ട് നോ വാട്ടർ, പക്ഷേ വെള്ളമില്ല. ഐ ആം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നു. ലില്ലി സെഡ്, ലില്ലി പറഞ്ഞു. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. പച്ച ഗ്രൂപ്പിന് വിറകുണ്ടായിരുന്നു, പക്ഷെ തീയില്ല, അഭയമില്ല. വി ആർ വെറ്റ്, ഞങ്ങൾക്ക് നനവുണ്ട്, അതായത് തണുപ്പുണ്ട്. മിയ റിപ്പോർട്ട് ചെയ്തു. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. മഞ്ഞ ഗ്രൂപ്പിന് തീ ഉണ്ടായിരുന്നു, പക്ഷെ വിറകില്ല. ഐ ആം കോൾഡ്, എനിക്ക് തണുപ്പാണ്. ലിയോ ഷൈവേർഡ്, ലിയോ വിറച്ചു. ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ കോഴ്സ്. സഹായത്തിനായുള്ള നിലവിളികൾ ഗായക സംഘം പോലെയായിരുന്നു. അതായത് ഒരു സഹായത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ ഒരു ഗായക സംഘം, പാട്ട് സംഘം പോലെയായിരുന്നു. ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കാൾസ്, നിസ്സഹായമായ വിളികൾ കേട്ട്.
എ സ്ട്രേഞ്ചർ അരീവ്ഡ്. ഒരു അപരിചിതൻ എത്തി. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്. എന്തിനാണ് നീ ഒളിച്ചു നിന്ന് അലറുന്നത്? ഹി ആസ്ക്ഡ്. അയാൾ ചോദിച്ചു. അപ്പോൾ ഇതിൽ പറയുന്നത് ഓല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫുഡില്ല, വെള്ളമില്ല, എനിക്ക് വിശക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള അലറൽ കേട്ടിട്ട് ഒരു അപരിചിതൻ അവിടെ എത്തി. അടിയിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളേർഡ് ഗ്രൂപ്പ്സ് ഫേസ്. ഓരോ വർണ്ണ ഗ്രൂപ്പും എന്ത് പ്രശ്നമാണ് നേരിട്ടത്? അതിപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, ചുവന്ന ഗ്രൂപ്പിന് വെള്ളമുണ്ട് പക്ഷെ ഫുഡില്ല, ബ്ലൂ ഗ്രൂപ്പിന് ഫുഡുണ്ട് പക്ഷെ വാട്ടർ ഇല്ല, ഗ്രീൻ ഗ്രൂപ്പിന് വിറകുണ്ട് പക്ഷെ തീയില്ല, യെല്ലോ ഗ്രൂപ്പിന് തീയുണ്ട് പക്ഷെ വിറകില്ല. ഇതൊക്കെയായിരുന്നു ഓരോ ഗ്രൂപ്പിനും അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഭാഗം നോക്കാം. പാത്വേ ടു യൂണിറ്റി. വി ലിവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളർ. നമ്മൾ നമ്മുടെ നിറമുള്ളവരോടൊപ്പമാണ് ജീവിക്കുന്നത്. സം വൺ റിപ്ലൈഡ്. ആരോ മറുപടി പറഞ്ഞു. വി നീഡ് ടു സർവൈവ്. നമുക്ക് അതിജീവിക്കണം. ലില്ലി സ്പോക്ക് അപ്പ്. ലില്ലി പറഞ്ഞു. വി നീഡ് വാട്ടർ. നമുക്ക് വെള്ളം വേണം. ദ ബ്ലൂ ഗ്രൂപ്പ് സെഡ് ലൗഡ്ലി. നീല ഗ്രൂപ്പ് ഉച്ചത്തിൽ പറഞ്ഞു. ഹൂ വിൽ ബ്രിങ് അസ് ഫുഡ്. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരിക? ദ റെഡ് ഗ്രൂപ്പ് ആസ്ക്ഡ്. ചുവന്ന ഗ്രൂപ്പ് ചോദിച്ചു. ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ അസ്. ഞങ്ങൾക്ക് അഭയം അത്യാവശ്യമാണ്. ദ ഗ്രീൻ ഗ്രൂപ്പ് സെഡ്. പച്ച ഗ്രൂപ്പ് പറഞ്ഞു. വി നീഡ് വാംത്ത്. നമുക്ക് ചൂട് വേണം. ദ യെല്ലോ ഗ്രൂപ്പ് ഷൗട്ടഡ്. മഞ്ഞ ഗ്രൂപ്പ് അലറി. ദേ ആൾ പാനിക്ക്ഡ്. അവരെല്ലാം പരിഭ്രാന്തരായി. ആൻഡ് ദേ ഹോപ്പ്ഫുള്ളി ലുക്ക്ഡ് അറ്റ് ദ ഷൈനിങ് ഐസ് ഓഫ് ദ സ്ട്രേഞ്ചർ. പ്രതീക്ഷയോടെ അവർ അപരിചിതൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. ഹി സ്മൈൽഡ് ജെന്റ്ലി ആൻഡ് അഡ്വൈസ്ഡ്. അയാൾ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ഉപദേശിച്ചു. ഷെയർ വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളത് പങ്കിടുക. യു വിൽ ബി ഹാപ്പി. നിങ്ങൾ സന്തോഷവാനായിരിക്കും. ഷെയർ പങ്കിടണോ? ആസ്ക്ഡ് ദ പീപ്പിൾ ടുഗദർ. എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. വി കനോട്ട്. നമുക്ക് കഴിയില്ല. ദേ സെഡ് ഫേംലി. അവർ ഉറച്ചു പറഞ്ഞു. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെഡ്. ആ അപരിചിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഷെയറിങ് ഈസ് ദ ഓൺലി വേ. പങ്കിടൽ മാത്രമാണ് ഏകമാർഗം. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? ഇവരുടെ എല്ലാം ആ ഒരു ഫുഡ് വേണം, വെള്ളം വേണം എന്നൊക്കെയുള്ള അലറൽ കേട്ട് അങ്ങോട്ടൊരു അപരിചിതൻ വന്നു. ആ അപരിചിതൻ ആ സ്ട്രേഞ്ചർ ഓലോട് പറഞ്ഞത് ഷെയറിങ് ഈസ് ദ ഓൺലി വേ. ഓലെ ഈ പ്രശ്നം തീർക്കാൻ ഷെയറിങ് ആണ് വേണ്ടത്. നമുക്കുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാനാണ് ആ അപരിചിതൻ അവരോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ പീപ്പിൾ റെഫ്യൂസ് ടു ഷെയർ ദെയർ തിങ്സ്. ആളുകൾ അവരുടെ സാധനങ്ങൾ പങ്കിടാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അവർ ഇതിന് സമ്മതിക്കാറുള്ളത്? കാരണം ഓലെല്ലാവരും ഓരോ നിറങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഓല് പറയുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ നിറമുള്ളവരോടൊപ്പമാണ് ജീവിക്കുന്നത്. അപ്പോൾ മറ്റുള്ള നിറങ്ങളോടുമായി ഒന്നും പങ്കിടാനൊന്നും പാടില്ല എന്നായിരുന്നു ഓല് വിചാരിച്ചിരുന്നത്. ഓല് അതുകൊണ്ട് ആ അപരിചിതം പറഞ്ഞപ്പോൾ ആദ്യം പങ്കിടാൻ വിസമ്മതിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്. അപരിചിതൻ്റെ ഉപദേശം എന്തായിരുന്നു? നിങ്ങൾക്കുള്ളത് പങ്കിടുക, നിങ്ങൾ സന്തോഷവാന്മായിരിക്കും. ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ഹാപ്പി. അതായിരുന്നു അപരിചിതൻ അവരെ ഉപദേശിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദേ ഡോണ്ട് ലിസൺ ടു ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് വാട്ട് മൈറ്റ് ഹാപ്പൻ. അപരിചിതൻ്റെ ഉപദേശം അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ അപരിചിതൻ പറഞ്ഞ പോലെ അവർ ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുഡും വാട്ടറൊന്നും കിട്ടാതെ ഒരു മരിച്ചു പോവും. നെക്സ്റ്റ് ഭാഗം നോക്കാം. ഡാൻസ് ഓഫ് കളേഴ്സ്. നിറങ്ങളുടെ നൃത്തം. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ഗ്രാമവാസികൾ പരസ്പരം നോക്കി. ദേ തോട്ട് ഫോർ എ വൈൽ. കുറച്ചു നേരം അവർ ആലോചിച്ചു. സ്ലോലി പതുക്കെ. ദേ ബിഗൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്. അവർ തങ്ങൾക്കുള്ളത് പങ്കിടാൻ തുടങ്ങി. ദെൻ എ മിറാക്കിൾ ഹാപ്പൻഡ്. പിന്നെ ഒരു അത്ഭുതം സംഭവിച്ചു. എവരിവൺ ഗോട്ട് എവരിത്തിങ് ദേ നീഡഡ്. എല്ലാവർക്കും അവർക്ക് ആവശ്യമായതെല്ലാം ലഭിച്ചു. സ്ലോലി പതുക്കെ. ഹാപ്പിനെസ് ബിഗൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്. ഗ്രാമം മുഴുവൻ സന്തോഷം പടരാൻ തുടങ്ങി. ദേ പുൾഡ് ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻഡ് ദെയർ റിബൺസ്. അവർ തങ്ങളുടെ മതിലുകൾ പൊളിച്ചു മാറ്റി റിബണുകൾ ഒന്നിച്ചു ചേർത്തു. ആൾ ദ റിബൺസ് ടുഗദർ ടേൺഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. എല്ലാ റിബണുകളും ഒരുമിച്ച് ഒരു മനോഹരമായ മഴവില്ലായി മാറി. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്. ആളുകൾ മഴവില്ലിനെ നോക്കി നൃത്തം ചെയ്തു. കോളിംഗ് ദംസെൽവ്സ് ദ റെയിൻബോ പീപ്പിൾ. മഴവിൽ ജനത എന്ന് അവരെ സ്വയം വിളിച്ചു. ദ റെയിൻബോ റിബൺ ബിക്കം എ സിംബൽ ഓഫ് ദെയർ ന്യൂലി ഫോണ്ട് യൂണിറ്റി ആൻഡ് ജോയ്. മഴവിൽ റിബൺ അവരുടെ പുതുതായി കണ്ടെത്തിയ ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായി മാറി. ദ വാം ബ്രീസ് റിട്ടേൺഡ് ആൻഡ് ദ റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി. ചൂടുള്ള കാറ്റ് ആ ഗ്രാമത്തിലോട്ട് തിരിച്ചെത്തി. മഴവിൽ ജനതയ്ക്ക് സന്തോഷമായി. ദേ ലീവ്ഡ് ടുഗദർ ഇൻ ഹാർമണി. അവർ ഐക്യത്തോടെ ഒരുമിച്ച് ജീവിച്ചു.
അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ ഈ ഒരു കഥയിൽ പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഷെയർ ചെയ്ത് ജീവിച്ചാൽ മുന്നോട്ടുള്ള ജീവിതം നല്ല ഹാപ്പി ആയിരിക്കും. ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കുക. ഇതൊക്കെയാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻ: ദ വില്ലേജേഴ്സ് പുൾഡ് ഡൗൺ ദെയർ വാൾസ്, വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? ഗ്രാമവാസികൾ അവരുടെ മതിലുകൾ പൊളിച്ചു മാറ്റി. പിന്നീട് എന്ത് സംഭവിച്ചു? എന്താണ് അവിടെ സംഭവിച്ചത്? മതിലുകൾ പൊളിച്ചു മാറ്റിയിട്ട് ഓലാമയത്ത് കെട്ടിയിരുന്ന റിബണുകൾ എല്ലാം ഒരുമിച്ച് ചേർത്തു. എല്ലാ റിബണുകളും ഒരുമിച്ച് ഒരു മനോഹരമായ മഴവില്ലായി മാറി. ദേ പുള്ളഡ് ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻഡ് ദെയർ റിബൺസ്. ആൾ ദ റിബൺസ് ടുഗദർ ടേൺഡ് ഇൻടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. അതാണ് അപ്പോൾ അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സും വരുന്നതായിരിക്കും. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.